ഹായ് നമസ്കാരം, സുരേഷ് ക്ഷേത്രമാണ്. ഇപ്പോൾ ഗ്രീൻ മീഡിയ ചാനലിന്റെ അടിപൊളി യാത്രയിലാണ്. ഞാനിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണ് നിൽക്കുന്നത്. പേപ്പാറയിലാണ്. പേപ്പാറയിലെ പൊടിയക്കാല കോളനി എന്ന് പറയുന്ന ഉന്നതിയിലേക്ക് പോവാണ്. ഇവിടെയാണ് എല്ലാ ദിവസവും ആനകൾ ക്രോസ് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നപ്പോൾ തന്നെ ഒരു ചേട്ടൻ എന്ന് പറഞ്ഞ് സൂക്ഷിച്ചൊക്കെ നിൽക്കണം, ആനകൾ വരും, പറ്റിയാൻ ഒരുപാടുണ്ട്, അതുകൊണ്ട് പാസ് ചെയ്ത് പോകും. ആനകൾ മേഞ്ഞ് ഒരു പരുമാക്കിയിട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ നിങ്ങൾക്ക് വിഷ്വൽ തരുന്നത്. അപ്പോൾ ഉന്നതിയിൽ എത്തിയില്ല, അവിടെ ഒരേ കാട്ടുപോത്തും ആനയും ഒക്കെ ചവിട്ടി ആനയുടെ ഒരു കണ്ടോ സഞ്ചാര മേഖലയാണ്. ഇത് കണ്ടില്ലേ, ആനകൾ പിണ്ടമിട്ട് പോയേക്കുന്ന കാഴ്ചയൊക്കെ കാണാം. ഇവിടെ നിന്ന് തിന്നാണ്. ഇത് നമ്മുടെ തഴക്കൈതയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു തഴക്കൈത ആന എങ്ങനെ തിന്നുമെന്ന്. എൻ്റെ കൂടെ രതീഷ്, ആനയ്ക്ക് ഇഷ്ടമുള്ള സാധനമാണ്. ആന രാത്രി വന്ന് സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണ്. ഗ്രീൻ ഡിവിഷൻ യാത്രയിൽ പൊടിയക്കാല ഉന്നതിയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് പേപ്പാറയിലെ പൊടിയക്കാലയുടെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. എല്ലാവരും പിന്നാലെ വന്നോളി. കാലിന്റെ അളവ് ഭയങ്കര അല്ലയോ? നല്ല ഭയങ്കര സൈസാണ്. ഏറ്റവും സൈസാ. ഇവിടെ സ്റ്റേ ആന്ന് തോന്നുന്നല്ലോ രാത്രി. ആനകളുടെ ഒരു കൂട്ടം പെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. ഇതേ കുട്ടിയാനയുണ്ട്. ആന രാത്രി കാലങ്ങളിലെല്ലാം ഭയങ്കര സൈസ്. ചില ആനകളുടെ ഭയങ്കര പാവത്തിന്റെ സൈസ് ഭയങ്കരമായിരിക്കും. കഴിയിലായതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല, അല്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ഒരു രക്ഷയില്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ. അടിപൊളി. പൊടിയക്കാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നാലേ ഇവിടുത്തെ ഈ സ്ഥലങ്ങളുടെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. നമ്മൾ ആനയുടെ കാലിന്റെ പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട ഒരു രക്ഷയില്ല. കാലിന്റെ സൈസും ഒരു പേടി ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ്. ഒരു രക്ഷയില്ല, അടിപൊളി. പൊടിയക്കാല ഉന്നതിയിലേക്ക് പോകുന്ന ഒരു ചേട്ടൻ ദൂരെ സ്കൂട്ടറിൽ വരുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ചോദിക്കാം. പേപ്പാറ പൊടിയക്കാലെ താമസിക്കുന്ന ആളായിരിയോ? എന്താ പേരെന്തുവാ? വന്യമൃഗശല്യം ഭയങ്കര ദൂഷം തന്നെയാണ്. കൃഷിയിടങ്ങൾ നമ്മുടെ നാട്ടിലോട്ട് വന്ന് നോക്കണം, എങ്കിലേ അറിയാൻ പറ്റുള്ളൂ. കൃഷിയുണ്ടോ? കൃഷിയുണ്ട്. കൃഷി ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോഴും. ഞാൻ പയ്യന്മാര് ദൂരെയാണ് പണിക്ക് പോകണം. പോയിട്ട് നമ്മളൊരു 6 മണിക്ക് മുൻപായിട്ട് ഇവിടെ നിന്ന് നമ്മളെ വീട്ടിലേക്ക് എത്തണം. ഹോട്ടലിൽ ആനയും പോത്ത് പുലിയുണ്ട്. കരടി ഒരാളെ ആക്രമിച്ചു. അയാൾക്ക് ഇപ്പോഴും കൈയും ഭാഗത്തൊക്കെ ഇതുണ്ട്. കാട്ടുപോത്ത് വീട്ടിനകത്ത് കുത്തിയിട്ടുണ്ട്. അതൊക്കെ ആന പതിച്ചിട്ടിരിക്കുന്നു. ആന സ്റ്റേ ഉണ്ട്. എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ വഴി ഫുള്ള് രാത്രി സമയങ്ങളിൽ ആനകള് വഴിയിൽ മിക്ക ദിവസങ്ങളിൽ ആനകളാണ്. ഈ സ്ഥലത്തെല്ലാം നമ്മൾ തോണ്ടിയ ഈ മരങ്ങളിലൊക്കെ ആന കുളിച്ചിട്ടിരിക്കുന്നതാണ്. അതൊക്കെ സ്കൂൾ പിള്ളേർ വന്നപ്പോഴത്തേക്ക് ആന ഉണ്ടായിരുന്നു. ആന ആക്രമിച്ചിട്ടുണ്ട്. നമ്മളവിടെ തന്നെ 2 പേരെ ആക്രമിച്ച് കൊന്നിട്ടുണ്ട്. 2 പേരെ. ഒരാളെ പേര് ശിവതങ്കാണി, ഒരാളെ പേര് അപ്പുക്കുട്ടങ്കാണി. അപ്പുക്കുട്ടങ്കാണി 2 പേരെ ആന ആക്രമണത്തിൽ സംഭവിച്ചത്. അത് 5 വീതമുട് എന്ന് പറഞ്ഞൊരു വഴിയുണ്ട്. രാവിലെ പോകുന്ന സമയത്ത് ഇയാൾക്ക് പുറത്തെ പണിക്ക് പോകും. പോയ വഴിക്കാണ് മൂക്കാലവല്ലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് കയറി ഇറങ്ങി പോകണം. മൂക്കാലവല്ലി എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് ഒരു ആലൊക്കെയുണ്ട്. അവിടെ വെച്ച് വനപ്രദേശമായിരുന്നു. ജോലിക്ക് പോകുന്ന സമയത്തായിരുന്നു. അങ്ങനെ മറ്റേ ആളെന്ന് പറയുമ്പോഴത്തേക്ക് ഇയാളെ വീട്ടിൽ കൃഷി സ്ഥലം ഉണ്ടായിരുന്നു. അപ്പൊ ആന വീട്ടിൽ ഇരുന്നപ്പോഴത്തേക്ക് ആന വിള ഇറങ്ങണമായിട്ട് തോന്നി. അങ്ങനെ വിള ഇറങ്ങി വന്നപ്പോഴത്തേക്ക് വിള വെച്ചാണ് ആക്രമിച്ചത്. ഈ വിശ്വകങ്ങ എന്ന് പറഞ്ഞ ആളെ ആന പിടിക്കണത്. ആക്രമണങ്ങൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. കാണി സമുദായക്കാരാണ്. 50-55 കുടുംബത്തോളം ഉണ്ട്. ചെറിയ കുടുംബം, വലിയ കുടുംബമായിട്ട് കുറച്ച് പേര് ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ആന ആക്രമണമായിട്ട് ഒരു 3-4 കുടുംബക്കാർ ഇവിടെ നിന്ന് താമസം മാറി പോയിട്ടുണ്ട്. കാര്യം ആന ഇറങ്ങുന്ന മേഖലയാണ്. അത് കഴിഞ്ഞാൽ എന്നറിഞ്ഞാൽ ഇറങ്ങുന്ന മേഖല എന്ന് മാത്രമല്ല, ഈ ആനക്കടങ്ങെടുത്തിട്ടുണ്ട്. അതൊന്നും ഇതുവരെയും സുരക്ഷിതമല്ല. മൊത്തവും നിമന്ന് കിടന്നിട്ടുണ്ട്. ആനകൾ വരാനുള്ളതുകൊണ്ട് ആന ഇത് കിടങ്ങൾ തെളിച്ചിട്ടില്ല. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് നമ്മളവിടെ നോക്കുമ്പോഴത്തേക്ക്. എന്തായാലും നിങ്ങൾ ഈ ചാനലിൽ വന്ന് ഇത്രയും നമുക്ക് ഒരു പുറത്തെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സ് വച്ചതിന് പ്രധാന വഴി. ഈ വഴി മൊത്തവും മോശമായിട്ട് കിടക്കാൻ പേപ്പാറ ഡാമിൽ പോകുന്ന റോഡിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിയാണ്. സ്കൂളിൽ നിന്ന് ബസ്സിൽ നടന്നു പോകാൻ പാടി തന്നെ. നടന്നു പോകാൻ പാടെന്ന് പറയുമ്പോഴത്തേക്ക് റോഡിന്റെ വിഷയം അതൊന്ന് അല്ല. നമ്മള് എന്റെ വണ്ടി തന്നെ വേണ്ട. ഞാൻ ഇപ്പോഴും തന്നെ ഞാൻ വാങ്ങിച്ചിട്ട് 1 വർഷം പോലും ആയില്ല. മൊത്തവും പണിയായിട്ട് മാറി. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ റോഡിന്റെ ഇത് അവസ്ഥ ഇങ്ങനെയാണ്. പിന്നെ നമുക്ക് നടന്നു വന്നു കഴിഞ്ഞാൽ മൃഗങ്ങളെയും മറ്റുള്ളവരെ ആക്രമണമുണ്ട്. ഇവിടെ ഇങ്ങനെ ആനകളുണ്ട്. ഇവിടെ ഭയങ്കര കാണുന്നുണ്ടല്ലോ. ഇത് ആനകൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഇവരിവിടെ വന്ന് സ്തംഭടിക്കും. പകലും വരും.
നമ്മൾ ഈ നിൽക്കുന്ന സമയത്ത് വേണമെങ്കിൽ വരാം. ഇപ്പോഴും വരാം. അതുകൊണ്ട് ഇത് 2 ദിവസത്തിന് മുൻപായിട്ട് പോയിട്ടാണ് പോയതാണ്. ഇവിടെ വന്ന് കണ്ട് ഇതൊക്കെ ഇതിലെ ഇതുവഴി ഇത് തിന്നും. ഇത് കഴുത എന്ന് പറഞ്ഞ സാധനമാണ്. മഴക്കൈത സാധാരണ തിന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇതിപ്പോ കണ്ടില്ലേ നിങ്ങളിപ്പം ഇതെല്ലാം വലിച്ച് ഒടിച്ച് ഇതൊക്കെ തിന്നും ഇപ്പോഴും. ഇതെല്ലാം ആഹാരമില്ലല്ലോ, അതിന് ആഹാരം ഇല്ലാത്തതുകൊണ്ടാണ് കൂടുതലും. അല്ലെങ്കിൽ ഇതൊന്നും അങ്ങനെ കഴിക്കണമല്ല. അത് ഇവിടെ വെള്ളമുള്ള ഭാഗമുണ്ടോ? വെള്ളമുള്ള ഭാഗം ഇവിടെ നേരത്തെ ഒക്കെ ഉള്ള സമയങ്ങളിൽ വെള്ളമുള്ള ഭാഗമാണ്. ഇപ്പോഴും വേനലായതുകൊണ്ട് വെള്ളമില്ല. അതുകൊണ്ട് ഇതെല്ലാം ഇത് ഒന്ന് നിൽക്കണം. കാര്യം ഈ മേഖല മൊത്തവും ഇതെല്ലാം ആനയുടെ ഇതാണ്. അതാണ് നമ്മളെ വരുന്ന വഴിയിൽ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ. ഇതുവഴി നമുക്ക് നടന്നു പോകാൻ പറ്റൂല. ആനകൾ ഇറങ്ങും. അങ്ങനെ കാട്ടുപോത്തിന്റെ ശല്യം എങ്ങനെ? കാട്ടുപോത്ത് നിരന്തര ശല്യമുണ്ട്. ഉണ്ട്. കടുവയുണ്ട്. കടുവ സാന്നിധ്യം ഉണ്ടെന്ന് പറയുന്നുണ്ട് ആൾക്കാര്. പുലിയെ കാണാറുണ്ട്. ഞാൻ ഇതുവരെയും കടുവ ഇവിടെയുള്ള നമ്മുടെ സെറ്റിൽമെന്റ് എന്നുള്ള ആൾക്കാർ പറയുന്നുണ്ട് ഇങ്ങനെ കടുവ ഇവിടെ നമ്മളിവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതില് നേരിട്ട് കണ്ടിട്ടില്ല. കണ്ടവരുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ ഇവിടെ 35-37 വർഷമായി. കൃഷി തന്നെയാണ്. കൃഷി നാശമുണ്ട്. ഞാൻ ഇപ്പോൾ തൊഴിലുറപ്പിന്റെ പണി ചെയ്ത് കുറച്ച് എല്ലാം കൂടെ ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് മുറക്കി ചുറ്റും വേലിയാക്കി ഇട്ട് അങ്ങനെ അവിടെ ഒരു ഷെഡ് വെച്ചു. ഷെഡിന് അങ്ങനെ അവിടെയാണ് ഞാൻ എൻ്റെ ഒരു ഇത് കുറച്ച് ലൈറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ നിൽക്കണോണ്ട്, അങ്ങനെ ഉറക്കൊഴിഞ്ഞിരിക്കണോണ്ട് അങ്ങനെ സംഭവം ഇങ്ങനെ ഒരുവിധം അങ്ങനെ നിൽക്കാൻ തോന്നണം. ബാക്കി ചുറ്റോടും ദുസ്സുഖമാണ്. കുട്ടികളുമായിട്ടൊക്കെ ജീവിക്കണ കാര്യം ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഇതിങ്ങനെ അങ്ങ് നിന്നങ്ങ് തിന്നുമല്ലയോ? ഇതിങ്ങനെ വന്ന് നിൽക്കുന്ന സ്ഥലമാണ്. നല്ല തണലുണ്ട്. ഈ കൃഷി അല്ലാതെ വേറെ എന്തെങ്കിലും കൃഷി ഞാൻ അല്ലാതെ പുറത്തൊക്കെ പണിക്ക് പോകുന്നുണ്ട്. മേസ്തിരി പണിക്ക് പോകുന്നുണ്ട്. അത് തന്നെ മേസ്തിരി പണിക്ക് പോകുന്ന പറയുമ്പോഴത്തേക്ക് നമ്മൾ അല്ലെങ്കിൽ അല്ല 6 മണിക്ക് മുന്നേ തിരിച്ച് കയറണം. 2 മുന്നേ തിരിച്ച് കയറണം. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അനുഭവങ്ങൾ പല അനുഭവങ്ങളുണ്ട്. ആനയെ നേരിട്ട് കണ്ടിട്ടുണ്ട്. വന്നിട്ട് തിരിച്ച് ഒരു പ്രാവശ്യമായിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ പോകുമ്പോഴത്തേക്ക് അല്ല നമ്മളെ ഓടിച്ചിട്ടുണ്ട്. അങ്ങനെ നെല്ലിക്കപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം ഒരു അമ്പലമാണ്. ആ അമ്പലത്തിൽ അവിടെ ചെന്നപ്പോഴത്തേക്ക് ആന ആ അമ്പലത്തിന്റെ അവിടെ നിൽക്കുന്നു. അപ്പോഴും നമ്മളൊരു 7 മണിയാവും. അപ്പോഴങ്ങനെ അവിടെ വന്നപ്പോഴത്തേക്ക് അപ്പൊ എനിക്ക് അന്ന് വണ്ടി ഇല്ലായിരുന്നു. എൻ്റെ മരുമന്റെ വണ്ടിയിലാണ് പറഞ്ഞത്. വന്ന് ആനയ്ക്കണം. പിന്നെ ഉടനെ ഞങ്ങൾ എന്ത് ചെയ്ത് അവിടെ നിന്ന് വണ്ടി നിർത്താൻ സമയമില്ല, ഇട്ടിട്ട് ഓടി. ഞാൻ രണ്ടും കൂടെ ഓടി. പുതിയ പാലം പണിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ അവിടെ വന്ന് ആ പാലം പാതി കിട്ടിയിട്ടുള്ളൂ. അവിടെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആന ഓടേ പറഞ്ഞു. റോഡ് മോശമായിട്ട് വളയ്ക്കാനും പറ്റത്തില്ല. വളച്ചെടുത്ത് മറിഞ്ഞു വീഴും. വണ്ടി തള്ളി ഇട്ടിട്ട് ഞങ്ങൾ കൂടെ പറഞ്ഞു പോയി. എന്നിട്ട് നമ്മൾ ആ പാലം പകുതി ആയിട്ടേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ അവിടെ വന്ന് നിന്നപ്പോഴത്തേക്ക് ഒക്കെ ആ റോഡിൽ കൂടെ പറഞ്ഞു. എന്നിട്ട് നമ്മൾ പതിയെ അവിടെ നിന്നപ്പോൾ കാണാൻ അതിലൂടെ കയറി നമ്മൾ നിൽക്കുന്ന ഈ ഇതിലെ വഴി ഇവിടെ കയറി ആ വളവ് കഴിഞ്ഞ് ഇങ്ങോട്ട് പോയതിനു ശേഷമാണ് നമ്മൾ കയറി പോയി വണ്ടി എടുത്തുകൊണ്ട് പോയത്. ഒരു പ്രാവശ്യം നമ്മളൊരു 4 മണിയാവും. വന്നപ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് ഈ പഴയ ഒരു ആറ്റുംപുറത്തുമാണെന്ന് പറഞ്ഞ ഒരു വഴിയുണ്ട്. വന്നപ്പോഴത്തേക്കാണ് അവിടെ നിൽക്കുന്നത് കുറച്ചെണ്ണ വെള്ളം കുടിക്കാനായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഈ ഭാഗത്തു നിന്ന് വന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് അങ്ങനെ വെയിറ്റ് ചെയ്തപ്പോൾ കാണാമല്ലോ, പകലായതുകൊണ്ട് നമുക്ക് കാണാം. അങ്ങനെ നോക്കിയപ്പോൾ ഒരെണ്ണം കാണാം നമ്മൾ നേരെ വരണം. ഇവൻ വണ്ടിയാണ് തിരിച്ച് 2 നേരെ വിട്ട് കുറച്ച് ഇപ്പുറത്ത് മാറി അവിടെ കുറച്ച് നേരം നിന്നപ്പോഴത്തേക്ക് അവരെല്ലാവരും അങ്ങോട്ട് പോയതിനു ശേഷം ഞങ്ങൾ അങ്ങോട്ട് പോയി. അല്ലാതെ ഈയിടയ്ക്ക് എത്ര പേര് ഇവിടെ നിന്ന് വന്ന് ആനയെ കണ്ടിട്ട് തിരിച്ചു പോയവരുണ്ട്. സമയകാലമൊന്നുമില്ല. ഏത് സമയം വേണമെങ്കിൽ. കാര്യം അപ്പുറത്തെ ഡാമാണ്. വെള്ളം കുടിക്കാനും അതിനും ഇതിനൊക്കെ ഡാമിന്റെ താക്കലല്ലേ. അപ്പൊ അതുകൊണ്ട് ആ സമയം വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ സാധ്യതയുണ്ട്. ഇഷ്ടംപോലെ വെള്ളമുണ്ട് കുടിക്കാനൊക്കെ. ഇനിയിപ്പോ ഈ കുന്നുംഭാഗത്ത് നിൽക്കണൊക്കെ ഒരു സമയമാകുമ്പോഴത്തേക്ക് നേരെ വെള്ളത്തിലേക്ക്. നമുക്കൊരു ബസ്സുണ്ട്. വൈകുന്നേരം 5 മണിക്ക് ബസ്സുണ്ട്. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരമായിട്ട് ബസ്സുണ്ട് പുളിയക്കാലേക്ക്. അവിടെ നിന്ന് 5:4 അവിടെ നിന്ന് വരും. അത് 3 നേരം ബസ്. 3 നേരം ബസ്സുണ്ട്. വിതുര പഞ്ചായത്തിലെ പേപ്പാറയിലെ പൊടിയക്കാല ഉന്നതിയിലാണ് എൻ്റെ കൂടെ ശിവൻകുട്ടി ചേട്ടൻ കേട്ടോ. എവിടെ ചെന്നാലും ഒരു ചേട്ടൻ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ വനവാസികൾ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ് ഈ വിതുര പഞ്ചായത്തിലെ പൊടിയക്കാല ഉന്നതി എന്ന് പറയുന്നത്. നമ്മൾ അച്ചൻകോരും ആര്യങ്കാവും ഒക്കെ നേരത്തെ കൊടുത്തിരുന്നു. വനത്തിൽ താമസിക്കുന്നവർക്ക് വീട് പോലും ഇല്ലാത്തവർക്ക് APL കാർഡ്, അതൊക്കെ നമ്മുടെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ അവസാനം മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നത് ഈ വിതുര പഞ്ചായത്തിൽ ഇവിടുത്തെ MLAയും ഇവിടുത്തെ നേതാക്കളും ഒക്കെ വല്ലപ്പോഴും വോട്ട് മേടിക്കാൻ വേണ്ടി മാത്രമല്ല, അല്ലാതൊക്കെ വന്ന് ഇവരുടെ കാര്യങ്ങളൊക്കെ തിരക്കണം. ഒരു ചേട്ടനും ഇവിടെ കൃഷിയൊക്കെ ജീവിക്കുന്ന ആളാണ് ശിവൻകുട്ടി ചേട്ടൻ.
അപ്പോൾ ചേട്ടന്റെ കൂടെ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്, ഉന്നതിയിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലല്ല, ജീവിതം ദുസ്സഹമാണ്. അതിരാവിലെ ജോലിക്ക് പോകുന്നു, വരുന്ന വഴിക്ക് ആനയെ കാണുന്നു, കാട്ടുപോത്തിനെ കാണുന്നു, ആന ഓടിക്കുന്നു. ചേട്ടൻ ഒരുപാട് പ്രാവശ്യം ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന പേപ്പാറ ഡാമിന്റെ ഭാഗമാണ് കേട്ടോ. ഡാമിലേക്ക് വെള്ളം കുടിക്കാൻ നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ തന്നെ ചേട്ടൻ പറയുന്നുണ്ട്, നോക്കി എന്നാൽ മതി, ആന വരും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ അങ്ങോട്ട് വന്ന ഒത്തിരി നാളുകൊണ്ട് തീരുമാനിച്ച ഒരു കാര്യമാണ് ഈ കൊടിയക്കാല ഉന്നതിയിലെത്തി വാർത്തയൊക്കെ ചെയ്യണമെന്ന്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. ഇവിടെ ദുസ്സഹമായ ജനജീവിതമാണ്. വന്യമൃഗങ്ങളെ സംരക്ഷിക്കണം, അതോടൊപ്പം മനുഷ്യനെ സംരക്ഷിക്കണം, മനുഷ്യർക്ക് ജീവിക്കണം. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ അധികാരികളൊന്ന് ശ്രദ്ധിക്കുക. വല്ലപ്പോഴും ഒക്കെ പൊടിയക്കാല ഉന്നതിയിൽ വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കണം. അപ്പോൾ യാത്രകളൊന്നും അവസാനിക്കുന്നില്ല. ഞങ്ങൾ വീണ്ടും ചേട്ടൻ്റെ കൂടെ അങ്ങോട്ട് പോവാണ്. ഓക്കെ.